നമസ്കാരം. കേരള വിഷനാണ് ഏറ്റവും കൂടുതലായി ഉപഭോക്താക്കൾ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേരള വിഷന്റെയാണ്. അപ്പോൾ അതിൽ തന്നെ പ്രൈം ചാനൽ എന്ന രീതിയിലേക്ക് വാർത്താ ചാനലുകൾ കോടികൾ നൽകിയിട്ടാണ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അതായത് ഇപ്പം റിപ്പോർട്ടർ ചാനൽ ആയിരുന്നാലും 24 ആയിരുന്നാലും അവരുടെയൊക്കെ പ്രൈം നമ്പറുകൾ വാങ്ങിക്കുന്നത് പണ്ട് മുതൽ തന്നെ മിക്ക വാർത്താ മുതലാളിമാരും ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ ആദ്യം TV ഓണാക്കി, അതായത് ന്യൂസിന്റെ സെക്ഷനിലേക്ക് എടുക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ചാനൽ വന്നിരിക്കുന്നു. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പണം ചെലവാക്കിയിട്ടാണ് ഈ ചാനൽ മുതലാളിമാർ ഇങ്ങനെ ഒരു പ്രൈം സോൾട്ട് വാങ്ങിച്ചു വെക്കുന്നത്. ആ പ്രൈം സോൾട്ടിന് തന്നെ ഒരു കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് ചെലവാകേണ്ടി വരുന്നത്. നിലവിൽ TV റേറ്റിംഗ് അട്ടിമറിക്കാൻ കോഴ നൽകിയെന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഓരോ ആഴ്ചയും ഓരോ വാർത്താ ചാനലായിരുന്നാലും അതോടൊപ്പം തന്നെ ഈ ടെലിവിഷൻ പ്രോഗ്രാം ചാനലായിരുന്നാലും ഇതിന്റെയൊക്കെ റേറ്റിംഗുകൾ എത്ര പ്രേക്ഷകർ കാണുന്നു, ഏതൊക്കെ ചാനലാണ് 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് നിൽക്കുന്നതെന്ന് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടി ഈ ബാർക്ക് സമ്പ്രദായമുണ്ട്. അവരാണ് ഓരോ ആഴ്ച ആകുമ്പോഴത്തേക്ക് ലിസ്റ്റ് അവർ പുറപ്പെടുവിക്കുക. അതായത് നഗര മേഖലയിൽ ഏതൊക്കെ വാർത്താ ചാനലുകളാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നത്, ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള വാർത്താ ചാനൽ ഏതാണ്, സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള വാർത്താ ചാനൽ ഏതാണ് എന്നൊക്കെ ഒരു താരതമ്യം തിരിച്ചുകൊണ്ട് ഈ ബാർക്ക് ഒരു ലിസ്റ്റ് പുറത്തേക്ക് വിടും. നിലവിൽ ടെലിവിഷൻ റേറ്റിംഗിന്റെ വിശ്വാസ്യത അത് നഷ്ടപ്പെടും വിധം അവിശുദ്ധ കൂട്ടുകെട്ട് നടന്നുവെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 50,000 കോടി പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസിയായ ബാർക്കിലെ ചില ജീവനക്കാർ ഡേറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. 24 ന്യൂസ് ചാനലാണ് വാർത്ത പുറത്തുവിട്ടത്. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികൾ എത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി USDT വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ആ ചാനൽ ഉടമയും തമ്മിൽ നിരന്തരം ഫോൺ വിളികളും വാട്സ്ആപ്പ് ചാറ്റുകളും നടന്നു. ആ വാട്സ്ആപ്പ് ചാറ്റുകളും പുറത്തുവിട്ടിട്ടുണ്ട്. 2025 മെയ് 17 ചാനൽ ഉടമ രാവിലെ 6:19 പ്രേംനാഥിനോട് വാട്സ്ആപ്പ് ചാറ്റിലൂടെ സ്കോർ എത്ര എന്ന് ചോദിക്കുന്നുണ്ട്. അതിനു മറുപടിയായി അല്പസമയത്തിന് ശേഷം 6:33 പ്രേംനാഥ് ബിൽ അപ്ഡേറ്റ് എന്ന് അയക്കുന്നുണ്ട്. 6:35 ചാനൽ ഉടമ ഓക്കെ എന്ന് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. തുടർന്ന് അന്ന് തന്നെ വൈകിട്ട് 3:10 113 to 116 എന്ന് പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് റേറ്റിംഗ് നമ്പർ അയക്കുന്നു. തുടർന്ന് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃത്യമായി എന്നതും തട്ടിപ്പിന്റെ തെളിവായി അവശേഷിക്കുന്നുണ്ട്. ചാനൽ ഉടമയെ നിരന്തരം വിളിച്ച് ഉദ്ദേശിച്ച പ്രതികരണം കിട്ടാതിരുന്നപ്പോൾ സോറി പ്ലീസ് ഡു ദി കമ്മിറ്റ്മെന്റ് എന്ന മറുപടിയും പ്രേംനാഥ് അയച്ചു. ഇതിന് മറുപടിയായി ചാനൽ ഉടമയുടെ പെയ്ഡ് എന്ന മെസ്സേജിന് പ്രേംനാഥിന്റെ മറുപടി ഒരു തംസ് അപ്പ് ആയിരുന്നു. വരുന്ന വാരങ്ങളിൽ 24ന്റെ റേറ്റിംഗ് 4ാം സ്ഥാനത്ത് എത്തുമെന്ന് ഇന്നലെ ചാനൽ മുതലാളിക്ക് പ്രേംനാഥ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് 24 ന്യൂസിന്റെ റേറ്റിംഗ് സ്ഥാനം. സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് പരസ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുള്ള കഴിഞ്ഞ 1 വർഷത്തിലധികമായി കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കി വന്ന ചാനൽ ഉടമയുടെ ഗൂഢതന്ത്രമാണ് ഇവിടെ വെളിവാകുന്നത്. വടക്കൻ കേരളത്തിലെ 20,000-ഓളം വരുന്ന ഒരു കേബിൾ നെറ്റ്വർക്കിൽ ലാൻഡിംഗ് പേജ് എടുത്ത് റേറ്റിംഗിൽ വൻ വർധനവുണ്ടാക്കിയെന്ന അവകാശവാദത്തോടെയാണ് ബാർക്ക് തിരുമറിക്ക് ചാനൽ ഉടമ തുറക്കം കുറിച്ചത്. 85 ലക്ഷത്തോളം കേബിൾ കണക്ഷനുള്ള കേരളത്തിലെ ഈ ചെറിയ നെറ്റ്വർക്കിലെ ലാൻഡിംഗ് പേജ് റേറ്റിംഗിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെന്ന് പരസ്യദാതാക്കളെയും ടെലിവിഷൻ പ്രേക്ഷകരെയും അതിവിദഗ്ധമായി പറ്റിക്കാൻ ചാനൽ ഉടമയ്ക്ക് കഴിഞ്ഞു. ഇതോടൊപ്പം തട്ടിപ്പിന് കളമൊരുക്കാൻ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപകമായി തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ചാനൽ ഉടമ ഉപയോഗിച്ചു. മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഫോൺ ഫാമിംഗ് ഏജൻസികൾക്ക് കോടികൾ നൽകി ആയുധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തി റേറ്റിംഗ് തട്ടിപ്പിന് പശ്ചാത്തലമൊരുക്കി. ഇതോടൊപ്പം പ്രചാരണത്തിന് പെയ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും കൂട്ടുപിടിച്ചു. അതേസമയം ഇന്ന് 11 മണിക്ക് വരുന്ന ബാർക്ക് റേറ്റിംഗ് പ്രേംനാഥിന്റെ മഹാമനസ്സതയ്ക്ക് അനുസരിച്ചായിരിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.